ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. അപ്പം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് കൗൾ നെക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം പേപ്പറിലാണ് കട്ട് ചെയ്യുന്നത്. പേപ്പറിൽ കട്ട് ചെയ്തിട്ട് നമുക്ക് ക്ലോത്തിൽ കട്ട് ചെയ്യാം. അപ്പോൾ ക്ലോത്ത് എന്ന് പറയുമ്പോൾ നമുക്ക് ആ സാറ്റിൻ്റെ ക്ലോത്ത് ആയതുകൊണ്ട് നമുക്കതിൽ കട്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. അപ്പോൾ ആദ്യം പേപ്പറിൽ കട്ട് ചെയ്തിട്ട് പിന്നെ നമുക്കതിൽ കട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് ഒരു 1/2 ഇഞ്ച് പേപ്പറിലാണ് ഇത്. സാധാരണ ന്യൂസ് പേപ്പറാണ്, ചാർട്ട് പേപ്പർ എൻ്റെ കയ്യിലില്ല. ഞാൻ ഒന്നുകൂടെ സൂം ചെയ്ത് കാണിക്കാം. അപ്പോൾ നമുക്ക് ആദ്യം മുകളിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് താഴത്തോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ 1/2 ഇഞ്ചിൽ നിന്ന് താഴത്തോട്ട് നമുക്ക് ഷോൾഡറിൻ്റെ അളവ് 6.5 ഇഞ്ചാണ്, അതായത് 13 ഇഞ്ചാണ്. അപ്പോൾ നമ്മളുടെ പകുതി 6.5 ഇഞ്ചാണ് നമ്മൾ ഷോൾഡറും കൈക്കുഴിയും എടുക്കുന്നത്. അപ്പോൾ നമുക്കത് 6.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. പിന്നെ നമുക്ക് ഷേപ്പ് ലെങ്ത്താണ്. ഷേപ്പ് ലെങ്ത്ത് നമുക്ക് വരുന്നത് 13.5 ഇഞ്ചാണ്. സീറ്റളവ് ഒരു 18 ഇഞ്ച്. ഇത് ഫുൾ ലോങ് ഡ്രസ്സാണ് കേട്ടോ. അപ്പം നമ്മൾ ഇതേപോലെ തന്നെ ഇവിടെ മാർക്ക് ചെയ്യാം. ഇങ്ങനെ ലൈന് വരഞ്ഞു കൊടുക്കാം. ഇപ്പം നമ്മൾ ആദ്യം വരയണത് ബാക്കാണ് കേട്ടോ, ബാക്ക് പാർട്ടാണ്. ബാക്ക് പാർട്ട് വരഞ്ഞിട്ട് നമ്മൾ ഫ്രണ്ട് കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളിപ്പോൾ ലൈൻ ഇട്ടു, അതായത് മുകളിൽ നിന്ന് താഴത്തേക്ക് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്തു. പിന്നെ കൈക്കുഴിയുടെ ലെങ്ത്ത് ഒരു 6.5 ഇഞ്ച് മാർക്ക് ചെയ്തു. ഷേപ്പ് ലെങ്ത്ത് 13.5 ഇഞ്ച് മാർക്ക് ചെയ്തു. പിന്നെ ഓപ്പൺ ലെങ്ത്ത് മാർക്ക്. ഇനി നമുക്ക് ഷോൾഡറിൻ്റെ അളവ്. ഷോൾഡർ നമുക്ക് കിട്ടിയത് 13 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ പകുതി 6.5 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തു. ഷോൾഡർ അതേ 6.5 നമുക്ക് താഴത്തും മാർക്ക് ചെയ്യാം. കൈക്കുഴിയുടെ അളവിലും മാർക്ക് ചെയ്യാം 6.5 ഇഞ്ച്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഒരു ലൈൻ വരച്ചെടുക്കാം. കൈക്കുഴി നമ്മൾ വരഞ്ഞെടുത്തു. അപ്പോൾ ഈ ലൈനൊന്നും നിങ്ങൾക്ക് കാണുന്നുണ്ടാവില്ല, പക്ഷെ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ 6.5 ഇഞ്ച് കൈക്കുഴി മാർക്ക് ചെയ്തു. ഇവിടെ നിന്ന് ഇതൊക്കെ നമ്മൾ മാർക്ക് ചെയ്തിട്ട് ഇനി നമുക്ക് ചെസ്റ്റ് അളവാണ്. ചെസ്റ്റ് അളവ് 34 ഇഞ്ചാണ്. അപ്പോൾ 34ൻ്റെ കൂടെ 4 ഇഞ്ച് കൂട്ടുമ്പോൾ നമുക്ക് 38 കിട്ടും. 38ൻ്റെ 4 ഭാഗം നമ്മൾ 9.5 ഇഞ്ച് മാർക്ക് ചെയ്തു. പ്ലസ് 1.5 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പും കൊടുത്തു. ഇതൊക്കെ സാധാരണ പോലെ തന്നെ. പിന്നെ നമുക്ക് ഷേപ്പിൻ്റെ അളവ് 28ആണ്. 28ൻ്റെ കൂടെ 3 ഇഞ്ച് നമ്മൾ എടുത്തു. അപ്പോൾ 31 കിട്ടി. 31ൻ്റെ 4 ഭാഗം. അപ്പോൾ നമുക്ക് 7.75. അപ്പോൾ 31ൻ്റെ പകുതി 31ൻ്റെ 4 ഭാഗം 7.75 കിട്ടി നമുക്ക്. 7.75 1.5 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പം കൊടുത്തു അല്ലേ. ഇതൊക്കെ നമ്മൾ സാധാരണത്തെ പോലെ തന്നെ. പിന്നെ ഓപ്പണിൻ്റെ അവിടെ അതേപോലെ നമുക്ക് സീറ്റളവ് കിട്ടും 36ആണ്. 36ൻ്റെ കൂടെ 4 ഇഞ്ച് കൂട്ടുമ്പോൾ 40 കിട്ടും. 40ൻ്റെ 4 ഭാഗം 10 ഇഞ്ച്. അതിൻ്റെ കൂടെ നമ്മൾ 1.5 ഇഞ്ച് തയ്യൽ തുമ്പം കൂടെ ഇട്ടു. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഈ ഷോൾഡറിൻ്റെ ഇവിടെ നിന്ന് 1/2 ഇഞ്ചിൻ്റെ താഴത്തോട്ട് 6.5 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തില്ലേ, 6.5 ഇഞ്ചിൻ്റെ പകുതി എടുക്കാം. പകുതി എടുത്തിട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്യാം. അതേ ടാപ്പ് ഒന്ന് മടക്കി പിടിച്ചാൽ മതി. എന്നിട്ട് നമുക്ക് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്തു അതിൻ്റെ പകുതി. ഇനി നമുക്ക് ഇത് കൈക്കുഴിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ഒരു 1.5 ഇഞ്ച് കൈക്കുഴി മാർക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് ജസ്റ്റ് ഇങ്ങനെ ഒരു കർവ് കൊടുത്തിട്ട് ഇങ്ങനെ ലൈൻ കൊടുക്കാം. കൈക്കുഴി മാർക്ക് ചെയ്തു. ഇനി നമുക്ക് കൈക്കുഴിയുടെ ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇത് ഫ്രണ്ട് കൈക്കുഴിക്കാണ് കേട്ടോ. പിന്നെ ഇവിടെ നിന്ന് ഈ ഷോൾഡറിൻ്റെ ഇവിടെ നിന്ന്, ഈ ഷോൾഡർ നമ്മൾ 1/2 ഇഞ്ച് വിട്ടിട്ടാണ് കേട്ടോ മാർക്ക് ചെയ്യുന്നത്. ഷോൾഡറിൻ്റെ ഇവിടെ നിന്ന് ഒരു 3/4 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തു. നമുക്ക് ഇവിടെ നിന്ന് നെക്കിൻ്റെ വൈഡ് നമ്മൾ എടുക്കുന്നത് 2.5 ഇഞ്ചാണ്. 2.5 ഇഞ്ച് വൈഡ് എടുത്തു. അതുപോലെ തന്നെ ഇറക്കും 2.5 ഇഞ്ചേ കൊടുക്കണുള്ളൂ. ബാക്ക് നെക്കിൻ്റെ ഇറക്കം വല്ലാതെ ഇറക്കം കൊടുക്കേണ്ട, നമുക്ക് കുറഞ്ഞ ഇറക്കം കൊടുത്താൽ മതി. ഇപ്പോൾ 2.5 ഇഞ്ച് ബാക്ക് നെക്കിൻ്റെ ഇറക്കവും കൊടുത്തു, വൈഡ് 2.5 ഇഞ്ച് കൊടുത്തു. പിന്നെ നമ്മൾ തയ്ച്ച് വരുമ്പോൾ ഒരു 1/4 ഇഞ്ചും കൂടെ വിട്ട് വരും, 2.75 ഇഞ്ച് വരും. നമുക്ക് നെക്കിന് ഒരു ഷേപ്പ് കൊടുക്കാം. നെക്കിന് നമ്മൾ റൗണ്ട് കൊടുത്തു. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു ചെരിവ്, ഷോൾഡർ സ്ലോപ്പിൻ്റെ ഒരു ചെരിവ് നമ്മൾ മാർക്ക് ചെയ്ത് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഒരു ഷേപ്പ് കൊടുത്തു. പിന്നെ എന്ത് ചെയ്യണം? ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് മേലേക്ക് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇവിടെ നിന്ന് ഇങ്ങോട്ടും 1/2 ഇഞ്ച്. എന്നിട്ട് ഇവിടെ നിന്ന് ആ മുകളിൽ നമ്മൾ 1/2 ഇഞ്ച് വിട്ടിട്ടുണ്ടല്ലോ,
അത് ഇവിടെ ഒരു ഷോൾഡർ സ്ലോപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു അരയിഞ്ച് അങ്ങനെ നമ്മൾ മാർക്ക് ചെയ്തു. അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്തു. ഇനി ഫ്രണ്ട് കൈക്കുഴിക്ക് നമ്മളിവിടെ ഒരു അരയിഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ. ഈ അരയിഞ്ചിൽ നിന്ന് നമ്മൾ ഈ ഒരു ഷോൾഡർ സ്ലോപ്പ് കൊടുത്ത ആ ഭാഗത്ത് നിന്ന് 3/4 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ് കൊടുത്ത ഭാഗത്ത് നിന്ന് അര ഇഞ്ചിക്ക് ഇതേപോലെ മാർക്ക് ചെയ്യുക. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഇങ്ങനെ മാർക്ക് ചെയ്തു. ഇതൊന്ന് ജസ്റ്റ് ഇങ്ങനെ ലൈന് കൊടുക്കാം. ഇനി നമുക്കിത് ആദ്യം കട്ട് ചെയ്തെടുക്കാം. അപ്പം നമുക്ക് ബാക്ക് നെക്ക് നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്കിത് ക്ലോത്തിൽ വെച്ച് കട്ട് ചെയ്യാം ആദ്യം. എന്നിട്ട് നമുക്ക് ഫ്രണ്ട് ഭാഗം കട്ട് ചെയ്യാം. അപ്പം നമ്മൾ ക്ലോത്ത് വിരിച്ച് വെച്ചിട്ടുണ്ട്, രണ്ടായിട്ട് മടക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്ത പേപ്പർ എടുക്കാം. ഇനി നമുക്കിതിൻ്റെ ലെങ്ത്ത് വേണ്ടത് 54 ഇഞ്ചാണ്. ഫുൾ ലെങ്ത്താണ് നമ്മൾ എടുക്കുന്നത്. 54 ഇഞ്ച് ലെങ്ത്താണ്. അതിൻ്റെ കൂടെ നമ്മൾ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കുന്നുണ്ട്. 55.5 ഇഞ്ച് ഫുൾ ലെങ്ത്ത് നമ്മൾ 55.5 ഇഞ്ച് എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഒരു ലൈന് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചാർട്ട് ഈ പേപ്പർ ഇങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം. താഴത്തോട്ട് നമുക്ക് ലൈൻ വരഞ്ഞു കൊടുക്കാം. അപ്പോൾ ഇതുവരെ നമ്മൾ ചാർട്ടുള്ളൂ. താഴത്തോട്ട് ഇവിടെ നമുക്ക് കിട്ടിയത് 10 ഇഞ്ചാണല്ലേ. നമ്മളൊരു താഴത്തോട്ടൊരു 5 ഇഞ്ച് അധികം കൊടുക്കാം, ഒരു 15 ഇഞ്ച്. അങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. നമ്മൾ നേരെ ഒരു 10 നമ്മൾ 5 ഇഞ്ച് അധികം വെച്ചിട്ടുള്ളൂ. ഇത് നമുക്ക് ഫ്രണ്ടിൽ ഓപ്പൺ വരുന്ന ഒരു ഡ്രസ്സാണ്. നമുക്ക് മുട്ടിൻ്റെ ഭാഗത്തായിട്ടാണ് ഇതിന് ഞാൻ ഓപ്പൺ കൊടുക്കുന്നത്. അപ്പം നമുക്ക് വല്ലാണ്ട് വീതി കൊടുക്കണ്ട. നമ്മൾ ബാക്ക് പാർട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞു. ജസ്റ്റ് ഇവിടെ നിന്ന് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. നമ്മൾ ബാക്ക് പാർട്ട് കട്ട് ചെയ്തു. ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ട്. നമുക്ക് ആദ്യം ഇതിൻ്റെ സെൻറ്റർ കട്ട് ചെയ്യാം. ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ടിന് ഈ ഒരു നമ്മളൊരു 1/2 ഇഞ്ച് മുകളിലോട്ട് മാർക്ക് ചെയ്തല്ലോ, അത് നമ്മൾ കട്ട് ചെയ്തെടുക്കാം. അത് നമ്മൾ കട്ട് ചെയ്തെടുത്തു. പിന്നെ കൈക്കുഴി നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇവിടുന്ന് 1/2 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ എടുത്ത് 1/2 ഇഞ്ച് കട്ട് ചെയ്തു. ഇനി നമ്മൾ ഈ 1.5 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പ് വിട്ടിട്ടുണ്ടല്ലോ, അതും കൂടി നമുക്ക് കട്ട് ചെയ്യാം. നമ്മൾ 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫ്രണ്ട് ഭാഗം കട്ട് ചെയ്യാം. ഒരു 5 ഇഞ്ച് മാർക്ക് ചെയ്യാം. മുകളിൽ നിന്ന് ഒരു 5 ഇഞ്ച് മാർക്ക് ചെയ്തു. കയ്യിലുകൊണ്ട് ഒരു വരയിട്ട് കൊടുക്കാം. ഈ 5 ഇഞ്ചിൽ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ. ഇനി നമുക്ക്
ഇങ്ങനെ മടക്കി വെക്കുക. ഇങ്ങനെ മടക്കി കൊടുത്തിട്ട് ഇവിടെ ഒരു പിൻ ചെയ്ത് കൊടുക്കുക. നമ്മളിങ്ങനെ പിൻ ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് അതിൻ്റെ താഴത്തോട്ട് ഒരു 5 ഇഞ്ച് മാർക്ക് ചെയ്യാം. അപ്പോൾ നമ്മളൊരു 5 ഇഞ്ച് മാർക്ക് ചെയ്തു, അത് മടക്കി വെച്ചു. ഇനി അടുത്തത് ഒരു 5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമ്മളൊരു 5 ഇഞ്ചും കൂടെ മാർക്ക് ചെയ്ത് ഇനി സ്കെയിൽ വെച്ചൊന്ന് വരഞ്ഞു കൊടുക്കുക. വരഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ ഷോൾഡർ എത്രയായിരുന്നു? 6.5 ആയിരുന്നു അല്ലേ? അപ്പോൾ നമുക്ക് 4 ഇഞ്ച് കുറച്ച് ഒരു 6.25 മാർക്ക് ചെയ്യാം. 6.25 മാർക്ക് ചെയ്തു. അതിൻ്റെ കൂടെ ഒരു 1.5 ഇഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്യാം. നമുക്ക് 7.25 ഇഞ്ച്. ഇനി നമുക്ക് ഈ ചാർട്ട് എടുക്കാം. ചാർട്ട് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്നറിയാം? ഈ ഷേപ്പിൻ്റെ ഭാഗം നമുക്ക് ഇവിടെ നിന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഫുള്ളായിട്ട് കട്ട് ചെയ്ത് ഒരു പോയിൻ്റ് നമ്മൾ വിടണം. ഒരു പോയിൻ്റ് വിട്ടിട്ട് വേണം കട്ട് ചെയ്യാൻ. ഈ ഷേപ്പിൻ്റെ ഭാഗമാണ് നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഷേപ്പിൻ്റെ ഭാഗമല്ല, ഷേപ്പിൻ്റെ ഭാഗം ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിങ്ങനെ കറക്റ്റായിട്ട് വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ കറക്റ്റായിട്ട് വെക്കുക. ഈ 5 ഇഞ്ചിലുണ്ടല്ലോ, ഈ 5 ഇഞ്ചിൽ വേണം നമുക്ക് ഈ ഷോൾഡറിൻ്റെ പോയിൻ്റ് കറക്റ്റായി വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ ഈ ഒരളവ് നമുക്ക് വേണ്ടത് 16 ഇഞ്ചാണ്. 16 ഇഞ്ച്. 16 ഇഞ്ചിലാണ് നമുക്ക് ഇവിടെ 16 ഇഞ്ച് മാർക്ക് ചെയ്യുക. 16 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇവിടെ നമുക്കൊരു പിൻ ചെയ്ത് കൊടുക്കാം. ഇത് നീങ്ങി പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഈ ഷോൾഡർ ഇവിടെയും വരണം, ഈ 5 ഇഞ്ചിലും വരണം, ഇത് ഇവിടെ ഇങ്ങനെ 16 ഇഞ്ചിലും വരണം. മനസ്സിലായില്ലേ? നമ്മളിങ്ങനെ ചെരിക്കുമ്പോൾ നമ്മുടെ ഷോൾഡറിൻ്റെ ഈ പോയിൻ്റ് ഉണ്ടല്ലോ, ഈ പോയിൻ്റ് ഈ 5 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത ഈ പോയിന്റിലും എത്തണം. ഇവിടെ നമ്മളൊരു 16 ഇഞ്ച്. ഇത് കഴിഞ്ഞ് ഹൈറ്റുള്ള ആൾക്കാരാണെങ്കിൽ ഒന്നുകൂടി വണ്ണവും ഹൈറ്റുള്ള ആൾക്കാരാണെങ്കിൽ ഒരു 17 ഇഞ്ച് എടുക്കുക. അപ്പോൾ നമ്മൾ അത്ര വണ്ണമില്ലാത്ത ഒരാളായതുകൊണ്ട് നമ്മൾ 16 ഇഞ്ച് എടുക്കണുള്ളൂ. ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്തു. ഇനി നമുക്കിവിടെ ഒരു പിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇപ്പം ഇങ്ങനെ മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ജസ്റ്റ് ഇങ്ങനെ വരഞ്ഞു കൊടുക്കാം. ഇങ്ങനെ വരഞ്ഞു കൊടുത്തു. അങ്ങനെ വരഞ്ഞു കൊടുത്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ചാർട്ട് മാറ്റി വയ്ക്കാം. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഈ പാർട്ടിൽ നിന്ന് ഈ പാർട്ടിക്ക് ഇങ്ങനൊരു ലൈൻ വരഞ്ഞു കൊടുത്തു. മനസ്സിലായില്ലേ? അതായത് നമ്മളിവിടെ വരഞ്ഞ ഷോൾഡർ നമ്മളൊരു 7.25 ഇഞ്ച് ഷോൾഡർ മാർക്ക് ചെയ്താൽ ഇവിടെ നിന്ന് നമ്മളിവിടെ കൈക്കുഴി മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, ഇവിടേക്ക് നമ്മളൊരു ലൈൻ വരഞ്ഞു കൊടുത്തു. ഇനി നമുക്കിവിടെ നമ്മൾ തയ്യൽ തുമ്പ് നേരത്തെ നമ്മൾ കട്ട് ചെയ്തു അല്ലേ, തയ്യൽ തുമ്പ് നമുക്കിവിടെ വിട്ടുകൊടുക്കണം. 1.5 ഇഞ്ച് തയ്യൽ തുമ്പ്, ഇവിടെയും 1.5 ഇഞ്ച് തയ്യൽ തുമ്പ്, ഇവിടെയും ആ തയ്യൽ തുമ്പ് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. നമ്മൾ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത് കൊടുത്തു. ഈ ക്ലോത്ത് ആയതുകൊണ്ട് അത്രയ്ക്ക് ക്ലിയർ ആയിട്ട് കാണുന്നില്ല എന്ന് തോന്നുന്നില്ല. എന്നാൽ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. ആ ഒരു പറയുന്ന ഒരു രീതി വെച്ചിട്ട് നിങ്ങൾ നോക്കിയാൽ മതി. ഇത് ക്ലിയർ ആയിട്ട് കാണുന്നില്ല, അതുകൊണ്ടാണ്. ഇവിടെ നമ്മൾ ഇങ്ങോട്ട് വരഞ്ഞത് ആ കൈക്കുഴി വരഞ്ഞ ആ ഭാഗത്തേക്കാണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു ഇത് വരഞ്ഞു കൊടുത്ത് ഇവിടെ നമ്മൾ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബാക്ക് പാർട്ട് എടുക്കാം. എന്നിട്ട് നമുക്ക് ലെങ്ത് എത്ര വേണ്ടതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഈ പോയിൻ്റ്, നമ്മൾ ഈ ഷേപ്പിൻ്റെ പോയിന്റിൽ വേണം നമ്മൾ മാർക്ക് ചെയ്യാൻ. ഷേപ്പിൻ്റെ പോയിൻ്റിൽ നിന്ന് താഴത്തോട്ട് മാർക്ക് ചെയ്യും.
പിൻ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്യാം. നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ ഫ്രണ്ടിലൊരു ഓപ്പൺ കൂടെ വരുന്നുണ്ട്. മുട്ടിൻ്റെ ഭാഗത്തായിട്ടാണ് ഇതിന് ഓപ്പൺ വരുന്നത്. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. നമുക്കിനി ഇതിങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഇവിടം വരെ കട്ട് ചെയ്തിട്ട് പിന്നെ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് കട്ട് ചെയ്യണം കേട്ടോ. നമ്മൾ നേരത്തെ കട്ട് ചെയ്ത മാർക്ക് ചെയ്ത ഭാഗത്തേക്ക്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ കൗൾ നെക്കിൻ്റെ കട്ടിങ് കഴിഞ്ഞു. കണ്ടില്ലേ? ഇനി നമുക്ക് ഇതിന് സ്ലീവും കൂടെ കട്ട് ചെയ്യണം. നമുക്കിതിൻ്റെ ലെങ്ത്ത് എടുക്കാം. ലെങ്ത്ത് 10 ഇഞ്ചാണ്. 10 ഇഞ്ചിൻ്റെ കൂടെ 1 ഇഞ്ചും കൂടെ കൂട്ടി നമ്മൾ 11 ഇഞ്ച് എടുക്കണം. 11 ഇഞ്ച് ലെങ്ത്തും ഇതേപോലെ തന്നെ ചെസ്റ്റ് അളവ് വരുന്നത് 34 ഇഞ്ചാണ് അല്ലേ. അപ്പോൾ 34ൻ്റെ 4 ഭാഗം. അപ്പോൾ നമുക്ക് 8.5 ഇഞ്ച്. 8.5 ഇഞ്ചിൽ നിന്ന് 1 ഇഞ്ച് കുറക്കുക. അപ്പോൾ നമ്മൾ 7.5 ഇഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്യാം. അതായത് 34ൻ്റെ 4 ഭാഗം എന്ന് പറയുമ്പോൾ 8.5 ഇഞ്ചാണ് വരുന്നത്. 8.5 ഇഞ്ചിൽ നിന്ന് അതിൻ്റെ 1 ഇഞ്ച് കുറച്ചിട്ട് 7.5 ഇഞ്ച്. അപ്പോൾ നമ്മൾ 7.5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യാം. 7.5 ഇഞ്ച് 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കുക. ഇവിടെ നിന്ന് ഒരു 1.5 ഇഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഇങ്ങനെ കർവ് കൊടുക്കുക. കൈയിറക്കം കൈയിൻ്റെ ഇവിടെ എലാസ്റ്റിക് ആയതുകൊണ്ട് നമുക്ക് ഫുൾ ലെങ്ത്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ചെരിച്ച് കൊടുത്താൽ മതി. ഇതാണ് നമ്മൾ സ്ലീവിൻ്റെ ഇതെന്താണ് സാധാരണ നമ്മൾ സ്ലീവ് കട്ട് ചെയ്യുന്ന പോലെ തന്നെയാണ്. പഫ് സ്ലീവിന് നമ്മൾ ഇതിൽ കട്ട് ചെയ്യുമ്പോൾ സാധാരണയായി കട്ട് ചെയ്തിട്ട് നമ്മൾ ക്ലോത്തിൽ കട്ട് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ അധികം എടുക്കണം. അപ്പോൾ നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്തു. ഇനി നമുക്ക് ക്ലോത്ത് എടുക്കാം. ഇങ്ങനെ മടക്കാം. ക്ലോത്ത് നമ്മൾ മടക്കി ഇങ്ങനെ ക്ലോത്തിൽ നമ്മൾ വെച്ചു. ഇങ്ങനെ ക്ലോത്തിൽ വെച്ചിട്ട് ഇവിടെ നമുക്കൊരു 5 ഇഞ്ച് എക്സ്ട്രാ കൊടുക്കാം. 5 ഇഞ്ച് എക്സ്ട്രാ കൊടുത്തു. ഇനി നമുക്ക് ഇനി ഒന്നുകൂടെ സ്ലീവ് അധികം ഞെറി വേണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ നമുക്ക് എക്സ്ട്രാ കൊടുക്കാം. കുഴപ്പമൊന്നുമില്ല. നമ്മളപ്പോൾ ഇവിടെ ഒരു 6 ഇഞ്ച് കൊടുക്കാം. നമ്മൾ 6 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. നമുക്ക് താഴത്തേക്ക് എലാസ്റ്റിക്കാണ് നമ്മൾ വെക്കുന്നത്. നമുക്ക് കറക്റ്റ് ഈ 6 ഇഞ്ചിൽ ഈ പേപ്പർ വെച്ച് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് പിൻ ചെയ്ത് കൊടുക്കാം. 6 ഇഞ്ച് കൊടുത്ത് ഇതാ ഈ 6 ഇഞ്ചാണ് നമ്മളിവിടെ വിട്ടിട്ടുള്ളത്. ഇനി നമുക്ക് നമുക്കിതിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം.
ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഫ്രണ്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ടില്ല, നമുക്ക് ജസ്റ്റ് ഫ്രണ്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഫ്രണ്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഫ്രണ്ട് പാർട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ വെച്ചിട്ട് നമ്മളത് ഒരു സ്ലീവിനെ കട്ട് ചെയ്തിട്ടുള്ളൂ. നമുക്ക് ഒരു സ്ലീവും കൂടെ അതേപോലെ കട്ട് ചെയ്യാനുണ്ട്. നമ്മൾ 2 സ്ലീവ് കട്ട് ചെയ്തെടുത്തു. നമുക്കിതിൻ്റെ ഒന്നിൻ്റെ കൂടെ കൈക്കുഴി കട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ 2 ഭാഗത്തിൻ്റെയും കൈക്കുഴി കട്ട് ചെയ്തു. നമ്മൾ ഈ 6 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്ത് ഒരു കട്ടിങ് കൊടുക്കാം. നമുക്ക് ഞെറിടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് അത്രയേ ഉള്ളൂ. പഫ് സ്ലീവ് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിത് എങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ നോക്കാം.